ഡാ മുന്നിൽ തന്നെ കത്തിച്ച് കളയാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന മിഥുനെ കണ്ടതും രണ്ടുപേരും ഒരു നിമിഷം പകച്ചുപോയി. ഏട്ടൻ മിഥു പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മിഥുൻ പാഞ്ഞു വന്ന് ത്രിലോകിന്റെ കഴുതിൽ പിടിച്ച് ചുമലിലേക്ക് ചേർത്ത് നിർത്തി. തെമ്മാടത്തരം കാണിക്കുന്നുട നായേ. അവനെ നോക്കി അലറിക്കൊണ്ട് അവൻ ത്രിലോകിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അയ്യോ ഏട്ടാ. മിഥു തടയാനായി മുന്നോട്ട് വന്നെങ്കിലും മിഥുൻ്റെ ഒരൊറ്റ നോട്ടത്തിൽ അവൾ അവിടെ തന്നെ തറഞ്ഞു നിന്ന് പോയി. എന്നുള്ള ദേഷ്യം നീ എൻ്റെ പെങ്ങളോട് തീർക്കുവാണ് അല്ലട പുലേ. അവൻ ത്രിലോകിനെ തലങ്ങും വിലങ്ങും തല്ലാൻ തുടങ്ങി. അവൻ്റെ മനസ്സിൽ ത്രിലോക് തന്നോടുള്ള ദേഷ്യത്തിന് മിഥുനെ പ്രണയം നടിച്ച് ചതിക്കാനുള്ള പുറപ്പാടിലാണ് എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ തൻ്റെ മുഴുവനും ശക്തിയും എടുത്ത് ത്രിലോകിനെ പ്രഹരിച്ചു കൊണ്ടിരുന്നു. മിഥു ആണെങ്കിൽ അവനെ എങ്ങനെ തടയണമെന്നറിയാതെ അവിടെ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. മിഥുൻ അവനെ ഓരോ തവണ തല്ലുമ്പോഴും ഒരു ചെറുവിരൽ പോലും മനക്കാതെ ത്രിലോക് എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. ഇനിയും താൻ അവനെ തടഞ്ഞില്ലെങ്കിൽ മിഥുൻ്റെ കൈകൊണ്ട് ത്രിലോകിന് എന്തെങ്കിലും സംഭവിക്കുന്നു ഓർത്തതും മിഥു ഓടി വന്ന് മിഥുൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളി മാറ്റി. ഒന്ന് വേച്ചു പോയെങ്കിലും അവൻ ബാലൻസ് ചെയ്ത് നിന്നും. തൊട്ടുപോകരുത് എൻ്റെ ത്രിലോകേട്ടനെ, അവൾ മിഥുവിനെ നോക്കി അലറിക്കൊണ്ടു പറഞ്ഞതും അവൻ അവളെ വിശ്വസിക്കാനാവാത്തവണ്ണം നോക്കി നിന്നുപോയി. മിഥു, അവൻ പതർച്ചയോടെ വിളിച്ചതും അവൾ കത്തുന്ന കണ്ണുകളോടെ അവനെ രൂക്ഷമായി നോക്കി. എന്തിനാ എൻ്റെ ത്രിലോകേട്ടനെ തല്ലിയത്? അതിന് മാത്രം എന്ത് തെറ്റാണ് ഇദ്ദേഹം ചെയ്തത്? അവൾ ദേഷ്യവും വാശിയും കലർന്ന സ്വരത്തിൽ മിഥുനെ നോക്കി അലറിക്കൊണ്ട് ചോദിച്ചു. മിഥു മോളെ, ഇവൻ നിന്നെ ബലമായിട്ട് കയറി പിടിക്കാൻ ശ്രമിച്ചത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതല്ലേ? അവൻ പകപ്പോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ബലമായിട്ടോ? ആര് പറഞ്ഞു ഇദ്ദേഹം എന്നെ ബലമായിട്ട് കയറി പിടിച്ചതാണെന്ന്? എന്നാ കേട്ടോ, ഞാൻ മനസ്സുകൊണ്ട് സമ്മതിച്ചിട്ടാ ഇദ്ദേഹം എൻ്റെ ദേഹത്ത് തൊട്ടത്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. മിഥു ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു കേട്ട് അവൻ അവിശ്വസനീയതയോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. മോളെ, നീ എന്തൊക്കെ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. എനിക്ക് ത്രിലോകേട്ടനെ ഇഷ്ടം, ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. അവൾ വാശിയോടെ പറഞ്ഞു കഴിഞ്ഞതും അവൻ അവളുടെ കർണത്ത് ആഞ്ഞടിച്ചു. അവൾ വേദനയുടെ കവിളിൽ കൈവച്ചുകൊണ്ട് അവനെ ഞെട്ടലോടെ നോക്കി. നീ എന്താടി പറഞ്ഞത്? നിനക്കിഷ്ടമാണെന്നോ? ആരെയടി നിനക്കിഷ്ടം? ഇവനെയാണോ? അതിന് ഇവൻ ആരാണെന്ന് നിനക്കറിയാമോടി? അവൻ അവളെ ഇരു തോളിലും പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. വിടേട്ടാ, എനിക്ക് വേദനിക്കുന്നു. അവൻ മുറുക്കെ പിടിച്ച കൈകൾ അവൾക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. പറയടി, ഇവൻ ആരാണെന്ന് നിനക്കറിയോ? ഇവനെക്കുറിച്ച് എന്തെങ്കിലും നിനക്കറിയാമോ? നിന്റെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് ഇവൻ നിന്നോട് പ്രണയം നടിച്ച് ചതിക്കുന്നത് എന്തിനാണെന്നെങ്കിലും നിനക്കറിയാമോടി പുലേ? അവൻ അവളെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അലർച്ചയോടെ ചോദിച്ചതും അവൾ ബാലൻസ് കിട്ടാതെ കാല് തെറ്റി നിലത്തേക്ക് വീണുപോയി. മിഥു, അവൾ വീഴുന്ന കണ്ടതും അതുവരെ അവർ സഹോദരങ്ങളെ ഇടയിലേക്ക് കടന്നു വരാതെ ഒരൽപ്പം മാറുന്ന ത്രിലോക് വേഗം അവളുടെ അരികിലേക്ക് ഓടി വന്നു. മിഥു മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ അവളുടെ കയ്യിലും കാലിലുമൊക്കെ പിടിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ നിമിഷം അവൻ്റെ മുഖത്ത് കാണുന്ന ആശങ്ക അവൾ ഒരു പുഞ്ചിരിയോടെ നോക്കി കണ്ടു. എനിക്കൊന്നുമില്ല ത്രിലോകേട്ടാ, ഞാൻ ഓക്കെയാണ്. അവൾ അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഇതൊക്കെ കണ്ട് മിഥുന് അത്ഭുതവും അതോടൊപ്പം ദേഷ്യമാണ് തോന്നിയത്. അവൻ അതേ ദേഷ്യത്തോടെ തന്നെ വീണ്ടും അവിടെ അരികിലേക്ക് പാഞ്ഞു വന്നുകൊണ്ട് ത്രിലോകിൻ്റെ കോളറിൽ പിടിച്ച് അവളുടെ അരികിൽ നിന്നും അവനെ ഉയർത്തി. കളിച്ച് നീ കുടുംബത്തിൽ കയറി കളിക്കുന്നോടാ. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേരിട്ട് തീർക്കണം, അല്ലാതെ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികളെ വെച്ചല്ല നിന്റെ പ്രതികാരം തീർക്കേണ്ടത്. മിഥുൻ അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലറിയതും അത്രയും നേരം മൗനമായി നിന്ന ത്രിലോക് അവൻ്റെ കൈകൾ തട്ടി മാറ്റി. ഇത്രയും നേരം നീ പറഞ്ഞതും ഒക്കെ മിണ്ടാന്ന് കേട്ടതും നീ തല്ലിയപ്പോൾ തിരിച്ച് പ്രതികരിക്കാതെ മൗനമായി നിന്നതുമൊക്കെ എൻ്റെ കഴിവുകേട് കൊണ്ടാണെന്ന് നീ കരുതരുത്. നിൻ്റെ ഇപ്പോഴത്തെ ഈ ദേഷ്യവും ഒരു ആങ്ങളയ്ക്ക് പെങ്ങളോടുള്ള കരുതലായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് നീ ഇത്രയും തല്ലിയിട്ടും തിരിച്ചൊരു ചെറുവിരൽ പോലും മനക്കാതെ ഞാനതൊക്കെ നിന്നുകൊണ്ടത്. അല്ലായിരുന്നെങ്കിൽ നിൻ്റെ കൈയിൻ്റെ മുഖത്ത് ആദ്യം പതിച്ചപ്പോൾ തന്നെ നീ വിവരം അറിഞ്ഞേനെ. എൻ്റെ ദേഹം നോവിച്ചവനെ ഒന്നും ഞാൻ വെറുതെ വിടാറില്ല എന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാലോ. നിന്നേക്കാൾ നന്നായിട്ടത് അറിയാവുന്ന മറ്റാരെങ്കിലും ഈ കോളേജിലുണ്ടോ? അവൻ പരിഹാസത്തോടെ ചോദിച്ചതും മിഥുൻ മുഷ്ടി ചുരുട്ടി പൊട്ടിവന്ന ദേഷ്യത്തെ നിയന്ത്രിച്ചു. പിന്നെ മിഥുൻ, നീ പറഞ്ഞതുപോലെ നിന്നോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്തിവളെ വെച്ച് പ്രതികാരം ചെയ്യാൻ ഈ ത്രിലോക് ഒരു ചേട്ടയല്ല. മനസ്സിലിഷ്ടം തോന്നി കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാനിവളെ സ്നേഹിക്കുന്നത്. മിഥുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രിലോക് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും മിഥുൻ അവരെ ഇരുവരെയും അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്താ നിനക്ക് വിശ്വാസമായില്ലേ? അവൻ വീണ്ടും ചോദിച്ചു കേട്ടു മിഥുൻ അവനിന്ന് തറപ്പിച്ചു നോക്കി. നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? മിഥുൻ പറഞ്ഞു കേട്ട് ത്രിലോക് ഒന്ന് ചിരിച്ചു. നിനക്ക് ദിയലുള്ള പ്രണയം കള്ളവണെങ്കിൽ മാത്രം എന്നെ നീ വിശ്വസിച്ചാൽ മതി. പെട്ടെന്നുള്ള ത്രിലോകിൻ്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം മിഥുവിനോടൊപ്പം തന്നെ മിഥുവും പകച്ചു നിന്നുപോയി. എന്താ പറഞ്ഞത്? മിഥുനേട്ടന് ആരോട് പ്രണയമാണെന്ന്?
അവൾ അതേ പകപ്പോടെ തന്നെ ത്രിലോകിനെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ്റെ കണ്ണുകൾ തലകുനിച്ച് നിൽക്കുന്ന മിഥുവിൻ്റെ നേരെയായിരുന്നു. എന്താ മിഥുൻ, നീ മറുപടിയൊന്നും പറയാത്തത്? ഞാൻ ചോദിച്ചാൽ നിനക്ക് ഒരു എക്സ്പ്ലനേഷൻ തരാനില്ലേ? അപ്പോഴും മിഥുനൊന്നും മിണ്ടാതെ തലകുനിച്ച് നിന്നതേയുള്ളൂ. ഒന്ന് തെളിച്ചു പറയേട്ടാ, ഏട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ദിയയും മിഥുനേട്ടനും തമ്മിൽ പ്രണയത്തിലാണോ? ആകാംക്ഷ അടക്കാനാകാതെ മിഥു ത്രിലോകിനെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു. ആ, അത് നീ എന്നോട് ചോദിക്കുമ്പോഴോ? ദേ, നിന്റെ മുന്നിൽ നിൽക്കലേ നിന്റെ പുന്നാര ചേട്ടൻ, അങ്ങോട്ട് തന്നെ ചോദിക്ക്. നമ്മുടെ കാര്യത്തിൽ ഇത്രയും ബഹളം വെച്ച നിന്റെ ചേട്ടൻ എന്തായാലും നിന്നോട് സത്യം പറയാതിരിക്കില്ല. അവരെ നോക്കി പരിഹാസ സ്വരത്തിൽ പറഞ്ഞ ത്രിലോകിനെ അവൻ തിരിച്ചൊന്നും ദേഷ്യത്തോടെ നോക്കി നിന്നു. ശേഷം ഒരു ദീർഘശ്വാസം എടുത്തു വിട്ടുകൊണ്ട് അവൻ മിഥുവിനെ നേരെ തിരിഞ്ഞു. അതെ, ഇവൻ പറഞ്ഞത് നേരാണ്. എനിക്ക് ദിയെ ഇഷ്ടമാണ്, വെറും ഇഷ്ടമല്ല. 2 വർഷങ്ങളായിട്ടുള്ള എൻ്റെ പ്രണയം. ഒരിക്കലൊരു ക്ഷേത്രനടിയിൽ വെച്ച് എന്നെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറിയ എൻ്റെ പ്രണയം. എനിക്ക് വേണ്ടിയാണ് അവൾ ഇവിടെ വന്ന് ഈ കോളേജിൽ ചേർന്നത് തന്നെ. അതിനിപ്പോൾ എന്താ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും മിഥു ഒന്നും മിണ്ടാതെ ത്രിലോകിനി ഒന്ന് നോക്കി. ആ, അതിന് നീ ഇങ്ങനെ റൈസ് ആകുന്നത് എന്തിനാ? ഇതൊക്കെ എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായതാ. പിന്നെ നിന്റെ പ്രണയം കള്ളമാണെങ്കിൽ മാത്രം നിന്നെ അവിശ്വസിച്ചാൽ മതി എന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞോളൂ. നിന്റെ പ്രണയം സത്യമാണെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ എന്നെയും വിശ്വസിച്ചോളൂ. ത്രിലോക് പറഞ്ഞു കേട്ട് മിഥുൻ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. മിഥുവിനെ പോലെയാണോ ദിയ? മിഥുവിൻ്റെ സഹോദരിയാണ്. എന്നെ തകർക്കാൻ നിനക്ക് ഇവളെ വെച്ച് കരുവാക്കിയാൽ മാത്രം മതി. മിഥുൻ പറഞ്ഞു കേട്ട് ത്രിലോകിൻ്റെ മുഖത്ത് വീണ്ടും ദേഷ്യം ഇരച്ചു കയറി. നിന്നോട് ഞാൻ ഇതിനുള്ള മറുപടി നേരത്തെ തന്നെ പറഞ്ഞതാ. അങ്ങനെയുള്ള സ്ത്രീകളെ വെച്ച് ദേഷ്യം തീർക്കാൻ ത്രിലോക് ഒരു ചെറ്റയല്ലെന്ന്. ത്രിലോകിൻ്റെ മുഖഭാവം മാറിയതും മിഥു അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ശേഷം മിഥുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏട്ടാ, ത്രിലോകൻ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. അതിൽ യാതൊരു കള്ളത്തരവും ഇല്ല. ഏട്ടനോടുള്ള ദേഷ്യം തീർക്കാൻ ഒരിക്കലും അദ്ദേഹം എന്നെ കരുവാക്കില്ല. എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. മിഥു ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും മിഥുൻ അവളെ ഒന്ന് നോക്കി. ശേഷം ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. ഏട്ടാ, മിഥു അവൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങിയെങ്കിലും ത്രിലോക് അവളെ തടഞ്ഞുകൊണ്ട് അവനോട് ചേർത്ത് പിടിച്ചു. അവൻ കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കട്ടെ, അതിനുശേഷം ഞാൻ സംസാരിച്ചോളാം അവനോട്. അവളെ സംശയം നിറഞ്ഞ നോട്ടം കണ്ടതും അവനൊരു ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും അവളൊരു നെടുവീർപ്പോടെ അവനെ തോളിലേക്ക് ചാഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചു? മിഥുവിൻ്റെ ഏട്ടൻ നിങ്ങളുടെ പ്രണയം അംഗീകരിച്ചോ? ത്രിലോകിൻ്റെ കഥ ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരുന്ന ആമി അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു. അതിന് മറുപടി അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകളടച്ചു. ത്രിലോക്, അവസാന എക്സാമും കഴിഞ്ഞ് ശ്യാമിൻ്റെയും റോബിൻ്റെയും കൂടെ പുറത്തേക്ക് നടക്കുന്നതിനിടയിലാണ് പിന്നിൽ നിന്നും മിഥുവിൻ്റെ വിളി കേൾക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കിയതും മിഥുൻ വേഗം അവൻ്റെ അരികിലേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം ഇന്നാണ് അവനെ മുഖാമുഖം കാണുന്നത്. പരമാവധി അവനെ കാണുമ്പോൾ മിഥുൻ ഒഴിഞ്ഞു മാറി നടക്കാറാണ് പതിവ്. മിഥുവിനെയാണെങ്കിൽ ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അവൻ ഓർത്തുകൊണ്ട് നിന്നപ്പോഴേക്കും മിഥുൻ അവൻ്റെ അരികിലെത്തിയിരുന്നു. എന്താ മിഥുൻ? അവനെ കണ്ടതും ത്രിലോക് സംശയത്തോടെ അവനോട് ചോദിച്ചു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് ഒറ്റയ്ക്ക്. അവൻ പറഞ്ഞു കേട്ടതും ശ്യാമിൻ്റെയും റോബിൻ്റെയും കണ്ണുകൾ കോർത്തു. അത് കണ്ടതും ത്രിലോക് അവരെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു കൊടുത്തു. ഞാനിപ്പോൾ വരാം, അവരോടായി പറഞ്ഞുകൊണ്ട് അവൻ മിഥുവിൻ്റെ ഒപ്പം മുന്നോട്ട് നടന്നു. ഡാ, ശ്യാം അവൻ്റെ തോളിൽ കൈവച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ശ്യാമിൻ്റെ കവിളിൽ തട്ടി. ആ, പേടിക്കാത്ര, ഞാൻ പോയിട്ട് ഇപ്പോൾ വരാം, അവരോട് പറഞ്ഞിട്ട് അവൻ മിഥുവിൻ്റെ പിന്നാലെ നടന്നു. എന്താ മിഥുൻ? കോളേജിൻ്റെ സൈഡിലായുള്ള വാഗമര ചുവടിലേക്ക് എത്തിയതും അവൻ മിഥുവിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. നിനക്ക് മിഥുവിനുള്ള പ്രണയം ആത്മാർത്ഥ തന്നെയാണോ? വെറുതെ ഒരു ടൈം പാസിനോ അല്ലെങ്കിൽ എന്നോടുള്ള പ്രതികാരത്തിന് വേണ്ടിയോ ആണെങ്കിൽ അവളെ വെറുതെ വിട്ടേക്ക്. അവളൊരു പാവമാണ്. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഒന്ന് ഇടറിയിരുന്നു. ഞാൻ ഇതിനുള്ള മറുപടി അന്ന് തന്നെ നിന്നോട് പറഞ്ഞതാണ് മിഥുൻ. അതൊന്നുമല്ല, 2 തവണ. അവൾ എനിക്ക് വെറും ഒരു ടൈം പാസോ അല്ലെങ്കിൽ നിന്നോടുള്ള പ്രതികാരത്തിന് വേണ്ടിയുള്ള ഉപകരണം ഒന്നുമല്ല. ഷീ ഈസ് മൈ സോൾമേറ്റ്. എൻ്റെ ആത്മാവ്, എൻ്റെ പ്രാണനാണവൾ. ഇതിൽ കൂടുതൽ ഇനി എങ്ങനെയാണ് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല മിഥുൻ. ത്രിലോക് നിസ്സഹതയോടെ പറഞ്ഞതും മിഥുൻ അവനെ നോക്കി ഒരു ദീർഘശ്വാസം എടുത്തു. നിനക്ക് ഞങ്ങളെക്കുറിച്ച് എന്തറിയാം ത്രിലോക്? ഞങ്ങൾ ആരാണെന്ന് അറിയാമോ? ഞങ്ങളുടെ കുടുംബം എന്താണെന്ന് അറിയാമോ? അവൻ ഗൗരവത്തോടെ ചോദിച്ചതും ത്രിലോക് ഒന്ന് പുഞ്ചിരിച്ചു. പേര് കേട്ട മാണിക്കശ്ശേരി കോവിലകത്തെ കാർണവർ വിഷ്ണുവർദ്ധൻ്റെയും ഭാര്യ ദേവയാനിയുടെയും 2 മക്കളിൽ ഇളയവനായ ശേഖരൻ്റെ മക്കൾ മിഥുനും മിഥുനയും. അമ്മ സിറ്റി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ ഗീതാശേഖരൻ. പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായ വല്യച്ഛൻ ഗോവിന്ദൻ ആഭ്യന്തര മന്ത്രിയുടെ അടുത്തയാളാണ്. പാർട്ടിക്കും വേണ്ടി ആരെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത ആളാണ് ഗോവിന്ദൻ. ഇത്രയുമല്ലേ നിങ്ങളുടെ കുടുംബം? ത്രിലോക് ഒരു ചിരിയോടെ ചോദിച്ചതും മിഥുൻ അവനെ അന്തം വിട്ടുകൊണ്ട് നോക്കി നിന്നും. ഇത്രയ്ക്ക് അറിഞ്ഞു വെച്ചിട്ടാണോ നീ മിഥുവിൻ്റെ പിന്നാലെ നടക്കുന്നത്? വീട്ടിൽ ആരെങ്കിലും നിങ്ങളുടെ പ്രണയം അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ത്രിലോക്? അച്ഛനോ വല്യച്ഛനോ ഈ വിവരം അറിഞ്ഞാൽ നിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. അതറിയാം നിനക്ക്. അതുപോലെ തന്നെയാണ് ഏട്ടന്മാരും.
ഇവരുടെ വാക്കിന് എതിർവാക്കില്ല അവർക്ക്. മിഥുൻ അവനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞതും ത്രിലോക് ഒന്ന് പുഞ്ചിരിച്ചു. പ്രണയിക്കുന്നത് തെറ്റാണോ മിഥുൻ? പ്രണയിക്കുന്നത് തെറ്റല്ല ത്രിലോക്, പക്ഷെ ആളും തരവും നോക്കി വേണം പ്രണയിക്കാൻ, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവൻ നഷ്ടപ്പെടാൻ പോലും കാരണമാകും. ത്രിലോകിനുള്ള മറുപടി എന്ന പോലെ മിഥുൻ പറഞ്ഞു. നിന്റെ കണ്ണിൽ മിഥുവിനെ പ്രണയിക്കാതിരിക്കാനും മാത്രം എനിക്കെന്ത് അയോഗ്യതയാണ് നീ കണ്ടത് മിഥുൻ? അത് ചോദിക്കുമ്പോൾ ത്രിലോകിൻ്റെ സ്വരം അല്പം കടുത്തിരുന്നു. എൻ്റെ കണ്ണിൽ നീ എൻ്റെ പെങ്ങൾക്ക് ഏറ്റവും യോജിച്ചവൻ തന്നെയാണ്. പക്ഷേ മിഥുവിൻ്റെ കാര്യത്തിൽ നിന്റെ അയോഗ്യത അളക്കുന്നത് ഞാനല്ല ത്രിലോക്. അതിനാളുകൾ വേറെയുണ്ട്. അവളുടെ അച്ഛൻ, വല്യച്ഛൻ, മുതിർന്ന ഏട്ടന്മാർ, മുത്തശ്ശൻ, അങ്ങനെ നീണ്ടുപോകും. അവരുടെയൊക്കെ മുന്നിൽ നീ അവൾക്ക് യോജിച്ചവനായിരിക്കില്ല. അതിന് മറുപടി പറയാതെ അവൻ മിഥുനെ ഒന്ന് നോക്കി. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കാര്യങ്ങളിലെ ഗൗരവം നീയും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ രണ്ടുപേരും പഠിക്കുന്ന പ്രായമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ അത് കഴിഞ്ഞാലോ? എന്നാലും ഈ വിവരം വീട്ടിലറിയും. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ അവർ ഒരിക്കലും സമ്മതിക്കില്ല എന്നത് 100% ഉറപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ ത്രിലോക്, ചിലപ്പോൾ നിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല അവർ. അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കിയതും അവൻ്റെ ചുണ്ടിൽ നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരിയായിരുന്നു മിഥുൻ കണ്ടത്. അതിനൊക്കെ ഇനി സമയമില്ലേ മിഥുൻ? എന്തായാലും ഒന്നിൻ്റെ പേരിലും അവളെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം അവളെൻ്റെ പ്രാണനാണ്. ഈ ജീവിതകാലം മുഴുവനും എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പെണ്ണ്. ഒന്നിനു വേണ്ടിയും അവളെ ഞാൻ നഷ്ടപ്പെടുത്തില്ല. അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും മിഥുൻ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. ശേഷം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തട്ടി. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. എന്തിനായാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അവൻ അതും പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് മുറുകെ പുണർന്ന ശേഷം അവനോട് യാത്ര പറഞ്ഞു തിരിഞ്ഞു നടന്നു. അവൻ പോന്നു നോക്കി ഒരു നിമിഷം നിന്ന ശേഷം ത്രിലോക് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അരികിലേക്ക് നടന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുപോയി. 2 വർഷങ്ങൾക്കിപ്പുറം ത്രിലോക് എംടെക് കഴിഞ്ഞ് എറണാകുളത്തുള്ള ഫേമസ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിക്ക് കയറി. അപ്പോഴും അവൻ്റെ മനസ്സിൽ മിഥുവിനോടുള്ള പ്രണയത്തിന് യാതൊരു കുറവും സംഭവിച്ചില്ല. ആരും അറിയാതെ അവർ പരസ്പരം പ്രണയിച്ചുകൊണ്ടേയിരുന്നു. ശ്യാമും റോബിനും അവനോടൊപ്പം തന്നെയുണ്ട്. ശ്യാം ജോലി കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ പൂജയുടെ വീട്ടിൽ ചെന്ന് പെണ്ണാലോചിച്ചു. വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ പൂജയുടെ പഠിത്തം കഴിഞ്ഞ് ജോലിയായ ശേഷം വിവാഹം നടത്താമെന്ന് അവർ തീരുമാനിച്ചു. അതിനു മുൻപായി വാക്ക് ഉറപ്പിക്കും പോലെ ഒരു ചെറിയ നിശ്ചയം നടത്തി. അങ്ങനെ പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞതും മിഥുവിൻ്റെ പഠനം അവസാനിച്ചു. അതിനിടയിൽ വീട്ടുകാർ അവൾക്ക് കുടുംബ സുഹൃത്തിൻ്റെ മകനുമായി വിവാഹം ഉറപ്പിച്ചു. അതറിഞ്ഞതും മിഥു ത്രിലോകിൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീട്ടിൽ നിന്നും ശക്തമായ എതിർപ്പുകളുണ്ടായി. എന്തു വന്നാലും അവരുടെ ആഗ്രഹം നടക്കില്ലെന്ന് അവളുടെ വീട്ടുകാർ ഒരേ വാശിയിൽ പറഞ്ഞു. മിഥുവിനെ അവർ വീട്ടു തടങ്കലിലാക്കി. അവളുടെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. ത്രിലോകിന് നേരെ പലതവണ ആക്രമണമുണ്ടായി. അതിൽ നിന്നെല്ലാം അവൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ്റെ വീട്ടുകാരുടെ നേരെ അവർ ഭീഷണി ഉയർത്തി. എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും അവരുടെ പ്രണയത്തെ തളർത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ മിഥുവിൻ്റെ എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് അവളുടെ കല്യാണം നടത്താൻ അവളുടെ വീട്ടുകാർ തീരുമാനിച്ചു. അതറിഞ്ഞതും ത്രിലോക് രണ്ടും കൽപ്പിച്ച് മിഥുവിൻ്റെ സഹായത്തോടെ അവൾ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന് രജിസ്റ്റർ മാരേജ് ചെയ്തു. വാട്ട്, മാരേജ് ചെയ്തോ? അവൻ പറഞ്ഞു നിർത്തിയതും ആമി ഞെട്ടലോട് ചോദിച്ചു. അതിന് മറുപടിയെ അവനൊന്ന് മൂളിതേയിടൂ. ഓഹോ, അപ്പം പ്രേമിക്ക് മാത്രമല്ല കല്യാണവും കഴിച്ചു അല്ലേ? അവളൊരു ആക്കി ചിരിയോടെ ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു. നഷ്ടപ്പെടുത്താൻ വേണ്ടിയായിരുന്നില്ല ത്രിലോക് അവൻ്റെ മിഥുവിനെ സ്നേഹിച്ചത്. എന്നെന്നും കൂടെ കൂട്ടാൻ വേണ്ടി തന്നെയായിരുന്നു. എന്നിട്ടും അവൻ പറഞ്ഞു നിർത്തിയതും അവൻ്റെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി.